പിണറായി വിജയൻ ഈ തുടർഭരണത്തിലേക്ക് പോകുമ്പോൾ 2026 നോട്ടമിട്ടിരിക്കുകയാണ്. കൃത്യമായ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. പിണറായി വിജയൻ എന്നും കളിച്ചിരുന്ന വർഗീയ രാഷ്ട്രീയം തന്നെയാണ്. ഇസ്ലാമിക പ്രീണനം വർഗീയത തന്നെയാണ്, തനി വർഗീയതയാണത്. അല്ലാതെ ഹിന്ദുക്കളെ എതിർക്കുന്നു എന്നുകൊണ്ട്, RSSനെ എതിർക്കുന്നതുകൊണ്ട് അദ്ദേഹം വർഗീയവാദി അല്ല എന്ന് വരുന്നില്ല. ഇപ്പോഴങ്ങനെയാണ് എല്ലാവരും പരിവേഷം അണിയുന്നത്. നിങ്ങൾ സംഘപരിവാർ ശക്തികളെ ശക്തമായിട്ട് എതിർക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെല്ലാം മതേതര പാർട്ടികളാണ്, ഞങ്ങളെല്ലാം മതനിരപേക്ഷകരാണ്, വർഗീയവാദമില്ലാത്ത പരിശുദ്ധന്മാരാണെന്നാണ് ഇടതുപക്ഷ കപട ബുദ്ധിജീവികളുടെ വിചാരം. മറുവശത്ത് അവർ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും അടുത്ത സംഭവം പറയാം. കോഴിക്കോട്ട് ഒരു പാവപ്പെട്ട 6ാമത്തെ പ്രസവമാണത്. സാധാരണഗതിയിൽ ഈ പരിഷ്കൃത കാലത്ത് ആരും അങ്ങനെ 6 പ്രസവമൊന്നും അവരുടെ ഭാര്യമാരെ കൊണ്ട് പ്രസവിപ്പിക്കാറില്ല, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ. ആ ക്രൂരത പോരാഞ്ഞിട്ട് അവർ രക്തം ഇറ്റിറ്റ് വീണ് മരിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ ആശുപത്രിയിൽ പോകാവുന്നത് തടസ്സപ്പെടുത്തിയ ഒരു മതഭ്രാന്തൻ സിറാജുദ്ദീൻ, ആ പേര് പറയാൻ പോലും ഇടതുപക്ഷ മുന്നണിയും ഈ കപട മതേതരത്വം അവകാശപ്പെടുന്ന ചിലരും മടിക്കുകയാണ്. ഒരു സമുദായത്തിലുള്ള അനാചാരങ്ങളെ തുടച്ചു മാറ്റണമെങ്കിൽ ആ സമുദായത്തിൻ്റെ പേര് പറയാതെ പറ്റുമോ? ആ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് പണ്ട് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നൊരു വാചകം, ഒരു കപട ഇടതുപക്ഷ രാഷ്ട്രീയമാണത്. പണ്ടൊക്കെ വയറ്റാട്ടികളെ കൊണ്ട് നമ്മളിത് നടത്തി. വയറ്റാട്ടികളെന്ന് പറയുന്നത് ഹിന്ദു വീടുകളിൽ വന്നിരുന്ന, അതിന് വർഗീയത പറയുകയല്ല ഞാൻ, അങ്ങനെ ഒരു സമ്പ്രദായമാണത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നും നായർ തറവാടുകളിൽ എന്തോ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ നമ്പൂതിരി ഇല്ലങ്ങളിൽ സംഭവിച്ച ഒരു സംഭവമാണെന്ന് തോന്നും. ആ പ്രതീതി സൃഷ്ടിക്കാനായിട്ട് വയറ്റാട്ടിയെ വിളിച്ചുകൊണ്ട് അതിനകത്തേക്ക് വന്നിരിക്കുക മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ. ഈ കാപട്യമാണ് ഇവരെല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത്. അവിടെ ഒരു തവണ മാത്രമേ വർഗീയതയില്ലാത്ത ഒരു രാഷ്ട്രീയം ഇവർ അടരാടിയിട്ടുള്ളൂ. അത് EMS നമ്പൂതിരിപ്പാട് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ്. അദ്ദേഹം ഈ ശരീഅത്ത് ഞങ്ങൾക്ക് ശരീഅത്ത് വേണം എന്ന് പറഞ്ഞ് ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന സമയത്ത്, അതായത് ഇവിടുത്തെ ഏക സിവിൽ കോഡിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുകയില്ല, കാരണം അത് ഹിന്ദു സിവിൽ കോഡാണ്. വാസ്തവത്തിൽ നെഹ്റു തന്നെ ഹിന്ദു നിയമ പരിഷ്കരണം വളരെ മുമ്പ് തന്നെ നടത്തിയിരുന്നു. ഒരു പ്രതിഷേധവും ഒരു മറുവാക്കുപോലും ഉണ്ടാവാതെ അതെല്ലാം ശിരസ വഹിച്ചു ഇവിടുത്തെ ഹിന്ദു സമൂഹം. അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സമുദായ പരിഷ്കരണം എന്നുള്ള നിലയിൽ ഏക സിവിൽ കോഡ്. കാരണം അവിടുത്തെ സ്ത്രീകൾക്കെതിരെ ഉള്ള വിവേചനം ഏറ്റവും ശക്തമായിട്ടുണ്ട്. KK രമ MLA വരെ പറഞ്ഞതാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ശബ്ദിക്കാൻ പോലും അവകാശമില്ല, സ്വത്തിന് അവകാശമില്ല, അങ്ങനെ ഒരു അവകാശമില്ല, തീരുമാനമെടുക്കാൻ അവകാശമില്ല. ഈ വിമൺ എംപവർമെൻറ്റിൻ്റെ സമയത്തും അങ്ങനെ തന്നെയാണ് സംഭവം. പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു, എല്ലാവരിലും അല്ല ഞാൻ പറയുന്നത്. യാഥാസ്ഥിതികമായിട്ടുള്ള ഇസ്ലാമിക പാരമ്പര്യം തുടരുന്ന, അല്ലെങ്കിൽ മതശാസനകൾ മൂലം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ അടിച്ചേൽപ്പിക്കുന്ന യാഥാസ്ഥിതികം പേർന്ന, അതുപോലെ തന്നെ ഈ സിറാജുദ്ദീനെ പോലെയുള്ള മതഭക്തന്മാർ, മതഭ്രാന്തന്മാർ പിന്തുടരുന്ന സമ്പ്രദായം അനുസരിച്ച് ഇദ്ദേഹം മാത്രമല്ല, ധാരാളം യൂട്യൂബിൽ ധാരാളമായിട്ട് പറയും, ഞാൻ എൻ്റെ ഭാര്യ 12 പ്രസവിച്ചു, ആ 12 പ്രസവവും ആശുപത്രിക്ക് വെളിയിലായിരുന്നു, വീട്ടിലായിരുന്നു, എന്തോ ഒരു മന്ത്രമൂതിയ വെള്ളം കൊടുത്തു, ആ വെള്ളം കൊടുത്തതുകൊണ്ട് പിന്നെ പ്രസവരക്ഷ എന്ന് പറയുന്നത് വേറെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള യൂട്യൂബ് പ്രസ്താവനകൾ ധാരാളമായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. അതുകൊണ്ടുകൊണ്ട് ആ രീതിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കേരളമെന്ന് പറഞ്ഞാൽ ശിശു മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള, അതിൻ്റെ ഖ്യാതി നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്തെ പഴയ നൂറ്റാണ്ടുകളിലേക്ക്, ഇരുണ്ട നൂറ്റാണ്ടുകളിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന, അതുപോലെ തന്നെ കുട്ടികളുടെയും അതുപോലെ അമ്മമാരുടെയും മനുഷ്യ അവകാശം ലംഘിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അതിനെതിരെ ഒരൊറ്റ വാക്ക് പറയാൻ പോലും തയ്യാറാകാതിരുന്ന മതേതരക്കാരാണ് ഇവിടെയുള്ളത്. അത് സമൂഹത്തിന് രോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ശരീഅത്തിനെതിരെ നിലപാടെടുത്ത് പടവാളെടുത്തത് EMS നമ്പൂതിരിപ്പാടാണ്. ശക്തമായിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്ക് വേണ്ടത് ഏക സിവിൽ കോഡാണ്. ശരീഅത്ത് എന്ന് പറയുന്ന സമ്പ്രദായത്തെ എതിർത്ത് അദ്ദേഹം പറഞ്ഞു. തുടർന്നു വന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി, CPM, CPI, RSP ഉള്ള കക്ഷികൾ എല്ലാം ഇടതുപക്ഷമാണല്ലോ. അതിനകത്ത് വർഗീയതയോ മതമോ ഉള്ള ഒരൊറ്റ കക്ഷിയും ഇല്ലാത്ത ഒരു ഗവൺമെൻറ് EK നയനാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ ഒരൊറ്റ തവണ മാത്രമാണ് യഥാർത്ഥ മതേതരത്വം. ഹമീദ് ചേന്ദമംഗലൂരൊക്കെ പറയുന്ന മതേതരത്വം ഉണ്ടല്ലോ, മതനിരപേക്ഷത 100%.
അത് നിലവിൽ വന്നത് കേരളത്തിൽ മാത്രമാണ്. അല്ലാതെ എപ്പോഴും ഇവർ ഈ വർഗീയതയല്ലേ പിന്തുടർന്നിരുന്നത്? അല്ല, ഈ സംഘപരിവാർ പറയേണ്ട ചില കാര്യങ്ങൾ പിണറായി പറഞ്ഞിട്ടുണ്ട്. അതായത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയുണ്ടായി, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDPI, വെൽഫെയർ പാർട്ടി ഇവയൊക്കെ മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ കുടക്കീഴിലാണ് ഇവർ നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈന്ദവരോടുള്ള ഒരു പ്രകടനം നടത്തുന്നതിന് വേണ്ടിയാണ് ആ കളി കളിക്കുന്നത്. ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. ഇവർക്കൊക്കെ വേണ്ടി ഇവരൊക്കെ കൂടി ഉയർത്തിയ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മലപ്പുറം എന്നുള്ള ഒരു ജില്ല EMS നമ്പൂതിരിപ്പാട് ഒരു വെള്ളിത്താലത്തിൽ വെച്ച് ഇവർക്ക് കൊടുത്തത്. അന്ന് എന്തായിരുന്നു? അന്നില്ലായിരുന്നോ ഇത്? ജമാഅത്തെ ഇസ്ലാമി അന്നേ ഉണ്ടെന്നേ, അന്നേ ഉണ്ട്. ഇവരെ മദൂദിസം പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അന്നേ ഉണ്ട്. അവിടെ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഒരു താലത്തിൽ ഒരു പ്രത്യേക ജില്ല കൊടുത്തത്. എന്തിനു വേണ്ടി? വർഗീയ പ്രീണനത്തിലൂടെ അധികാരത്തിലെത്ത പാർലമെൻ്ററി വ്യാമോഹം നടപ്പാക്കാൻ വേണ്ടി. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യാത്ത കാര്യമാണ്. അതിനുശേഷം ആ പാവങ്ങൾ തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. EMS ഒരിക്കൽ പറഞ്ഞില്ലേ, സുപ്രസിദ്ധമായ വാക്യമുണ്ടല്ലോ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകെട്ടും. നെഹ്റു ഒരു മൂരാച്ചിയാണ്. നെഹ്റു എന്ന് പറഞ്ഞാൽ ദൈവമല്ല. ഇതെല്ലാം പറഞ്ഞത് BJPക്കാരല്ല, ഇന്ന് BJP ഇല്ല, EMS നമ്പൂതിരിപ്പാടാണ്. ഇപ്പോൾ അവരെല്ലാം തിരുത്തി പറഞ്ഞ് നെഹ്റു ഭക്തന്മാരായിട്ടുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷേ ഇപ്പോൾ ഇവർക്ക് തിരിഞ്ഞു കൊത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തുടർച്ചയായിട്ട് കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് നന്നായിട്ട് ഈഴവ വോട്ടുകൾ ക്രമപ്രവൃത്തമായിട്ട് ഈഴവ വോട്ടുകൾ പോകുന്നത് BJPയിലേക്കാണ്. BJPയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴവർ തിരിച്ചറിഞ്ഞു, ഇങ്ങനെ ഈഴവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുമായിട്ട് അവിടെ കൈ ഓർത്ത് പിടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി RSSകാർ പോലും ഇതുവരെ പറയാത്ത തരത്തിലുള്ള വർഗീയത പറഞ്ഞിട്ടും അദ്ദേഹത്തിനെ മാമോദിസ മുക്കുകയാണ് ചെയ്തത്. ആ മലപ്പുറം പ്രസ്താവനയൊക്കെ നടത്തിയതും ഈ ഇവരുടെ തിരക്കഥയാണ്. തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണിത്. അതിന് 30-ാം വർഷം ആഘോഷിക്കുന്നു. അതെ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹിന്ദു നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വസന്തത്തിൻ്റെ ഇടിമുഴക്കം പോലെ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു അഭിമുഖം. ആ അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? കേരളത്തിലെ ഒരു ജില്ല കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്. സത്യമാണത്. പക്ഷേ ഇതുപോലുള്ള സത്യങ്ങൾ ഒരിക്കലും പിണറായി വിജയനോ CPMോ പറയാൻ മടിച്ചിരുന്നു. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഈ സിറാജുദ്ദീൻ സംഭവത്തിലും ഇതേ കാര്യം തന്നെയാണ്, ഇതേ നടപടി തന്നെയാണ് പിന്തുടരുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പൂരിലേക്ക് ഒരു മാർച്ച് നടത്തി. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, വഖഫ് ബില്ലിനെതിരെ. അതിൽ അവർ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ നേതാക്കളുടെ ചിത്രങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ടാണ് പോയത്. ഇത് അവരുടെ പേര് ഞാൻ പറയാം: ഹസനുൽ ബന്ന, മുഹമ്മദ് മുത്തുബി എല്ലാം ഈ മൗദൂദിസത്തിൻ്റെ ആൾക്കാരാണ്. ലോകമാകെ ഇസ്ലാമിക മതം മാത്രം മതി, മറ്റു മതങ്ങൾ വേണ്ട, അതെല്ലാം ഹറാമാണ്, അതെല്ലാം കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അവർക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഈജിപ്ത്, സൗദി, UAE എന്നിവിടങ്ങളിലൊക്കെ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അവിടെ നിന്ന് പോയി, ഈജിപ്തിൽ നിന്ന് പോലും അവർ തുരത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അതിൻ്റെ ചിത്രങ്ങളുമായിട്ട് പോയിട്ട് അതിനെ കാന്തപുരം യുവജന വിഭാഗം അതിനെ എതിർത്ത് സംസാരിച്ചു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പക്ഷമായിട്ടുള്ള സമസ്ത എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അതിനെതിരെ ഉഗ്രമായിട്ട് സംസാരിച്ചു, വളരെ ശക്തമായ തരത്തിൽ. പക്ഷേ എന്നിട്ട് പോലും CPM ഒരു വാക്കും അപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോഴും ഇവരുടെ ഈ മതപ്രീണനം ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ട് വശത്തെയും പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പോൾ ഹിന്ദുക്കളിൽ നിന്ന് ഈഴവരെ മാത്രം അടർത്തിയെടുത്തൊരു പ്രീണനം, മറുവശത്ത് മുസ്ലിമിലെ ഇസ്ലാമിലെ എല്ലാവരെയും പ്രീണിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രം ഇപ്പോഴും അവർ തുടർന്നു വരുന്നത്. പക്ഷേ ഈ പ്രീണനം രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് BJP വേറൊരു കാര്യങ്ങൾ നീക്കുകയും ചെയ്യും. മറുവശത്ത് ഈ ക്രിസ്ത്യൻ പ്രീണനവും ഉണ്ട്. അതിനാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണിയെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഈ ജാതി മത രാഷ്ട്രീയത്തിലൂടെ, അല്ലാതെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിലൂടെ വരുന്നതല്ല ഇവർക്ക് അധികാരം. അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആവേശപ്പെട്ട് അദ്ദേഹം ആലപ്പുഴയിലേക്ക് പോയത്. അതായത് KPMS അദ്ദേഹം ഒരു കാലത്ത് NSSനെ കുറിച്ച് എന്താ പറയുന്നത്? അതിൻ്റെ നേതാവായിട്ടുള്ള സുകുമാരൻ നായരെക്കുറിച്ച് ഒരു ജാതി സംഘടനയുടെ നേതാവ് ഇത്തരത്തിലൊന്നും പറയാൻ പാടില്ല.
എന്താ SNDP യോഗം ജാതി സംഘടനയല്ലേ? KPMS എന്ന് പറയുന്ന കേരള പുലയർ മഹാസഭ ജാതി സംഘടനയല്ലേ? അതിൻ്റെയൊക്കെ യോഗത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് പോകേണ്ട ആവശ്യം എന്താ? അതാണോ കമ്മ്യൂണിസം? എന്ത് കമ്മ്യൂണിസമാണത്? ജാതീയത സ്വത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്ന പ്രസ്ഥാനമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? അപ്പോൾ എന്ത് സന്ദേശം അവിടെ കൊടുക്കും? അല്ല, ഇപ്പം പിണറായി വിജയന് വലിയ വെള്ളാപ്പള്ളി ഭക്തി, ഗുരുദേവ പ്രീണനം, വലിയ ഭക്തി കാണിക്കുന്നുണ്ടല്ലോ. ഒരിക്കലും ഓർക്കുന്നുണ്ടോ കണ്ണൂർ ഭാഗത്ത് നടന്ന ഒരു SNDPയുടെ ഒരു പരിപാടിയിൽ ഗുരുദേവ കീർത്തനം ആലപിച്ചപ്പോൾ സദസ്സിലുള്ളവരും വേദിയിലുള്ളവരും എഴുന്നേറ്റു. പിണറായി എഴുന്നേറ്റില്ല. എഴുന്നേൽക്കാൻ തുടങ്ങിയ കടന്നപ്പള്ളിയെയും പിടിച്ചിരുത്തി. അതാണ് അത് ആ ഒരു എനിക്ക് തോന്നുന്നൊരു ഡൈക്കോട്ടമി ഉണ്ട്, ഒരു ഇരട്ട വ്യക്തിത്വമുണ്ട്. ഒരു വശത്ത് ഇതിനോടൊക്കെയുള്ള ഒരു എതിർപ്പ്, വിശ്വാസങ്ങളോടൊക്കെയുള്ള, പ്രത്യേകിച്ച് ഹിന്ദു ഫോബിയയാണ് ശരിക്കും പറഞ്ഞാൽ CPMൻ്റെ പ്രധാന തത്വം. അതിൽ നിന്നിപ്പോൾ ഈഴവ ഫോബിയ എന്നുള്ളത് കുറച്ച് മാറിയിട്ടുണ്ട്. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഇസ്ലാമിക മാനിയ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഒരു പരിധി വരെ ഇപ്പോഴും ഈ ഹിന്ദു പ്രീണനം ഇപ്പോൾ നടത്തുമ്പോൾ നമുക്ക് ഓർക്കേണ്ട വേറൊരു കാര്യവുമുണ്ട്. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ആത്മീയ ഔന്നത്യമായ ശബരിമലയെ തകർക്കാൻ നടത്തിയ ശ്രമവും. അതെ, തകർക്കാൻ വേണ്ടിയിട്ട് ദുരുപദിഷ്ടമായിട്ട് നടത്തിയ നീക്കങ്ങൾ, അതെല്ലാം ജനങ്ങളുടെ സ്മൃതിയിലുണ്ട്. അതൊന്നും പെട്ടെന്ന് മൃതി അടയുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.